പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. പ്രിയപ്പെട്ട ഷാലോം TV പ്രേക്ഷകരെ, ഈ നാളുകൾ വിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മത്തിരുനാൾ ആഘോഷിക്കുന്ന സന്ദർഭം ആണല്ലോ. 8 നോമ്പ് പെരുന്നാൾ എല്ലാ പ്രാചീന സഭകളിലും ആഘോഷിക്കപ്പെടുന്നു വിശുദ്ധ മാതാവിൻ്റെ ജന്മത്തിരുനാൾ ആയിട്ട്. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കേവർക്കും വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ദൈവീക അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ആശംസകൾ നേരുന്നു. ഈ വർഷം പ്രത്യേക കാരണങ്ങളാൽ വളരെ പ്രത്യേകതയുള്ളതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന COVID-19 എന്ന ആ വൈറസിൻ്റെ പശ്ചാത്തലത്തിൽ ലോകം പല രംഗങ്ങളിലും നിശ്ചലാവസ്ഥയിൽ ആയിരിക്കുകയാണ്. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ലോകരാജ്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നാമും അതിൽ നിന്ന് അന്യരല്ല. ഈ സാഹചര്യത്തിൽ വിശുദ്ധ മാതാവ്, പ്രതികൂലതകളെ അഭിമുഖീകരിച്ച വിശുദ്ധ മാതാവ് നമുക്ക് മാർഗദർശിയും മധ്യസ്ഥയും ആണ് എന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് ഓർക്കാം. വിശുദ്ധ മാതാവിൻ്റെ മാതാപിതാക്കൾ യുയാക്കീമും ഹന്നായും ആണ് എന്ന് 2-ാം നൂറ്റാണ്ടിലെ ഒരു എഴുത്തിൽ പറയുന്നുണ്ട്. ദേവാലയത്തിൽ വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു വിശുദ്ധ മാതാവ് എന്നും പാരമ്പര്യം പറയുന്നുണ്ട്. ഏതായാലും യൗവനാവസ്ഥയിൽ എത്തിയ വിശുദ്ധ മാതാവ് യൗസേഫ് എന്ന പ്രായമുള്ള ഒരു വ്യക്തിയുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ആണ് ദൈവദൂതനായ ഗബ്രിയേൽ മാലാഖ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് ഉദ്ഘോഷിച്ചത്. ആ സംഭാഷണമെല്ലാം നമുക്ക് അറിവുള്ളതായ കാര്യമാണ്. അതിൻ്റെ അവസാനത്തിൽ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശുദ്ധ മാതാവ് സ്വീകരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വിശുദ്ധ മാതാവിൻ്റെ അതിനോടുള്ളതായ അംഗീകാരവും അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലുടനീളം പ്രവാചകന്മാരെ ദൈവം വിളിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. മോശയെയും ഏലിയാവിനെയും അതുപോലെ മറ്റനേകം പ്രവാചകന്മാരെയും ഓരോരോ സാഹചര്യങ്ങളിൽ ദൈവം വിളിച്ച് ചുമതലപ്പെടുത്തി വിടുന്നുണ്ട്. എന്നാൽ അവരുടെയൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് വിശുദ്ധ മാതാവിന് ഉണ്ടായത്. അതായത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകുവാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ അതിനു വേണ്ടിയുള്ളതായ തിരഞ്ഞെടുപ്പാണ് വിശുദ്ധ മാതാവിൽ ഉണ്ടായത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നവനായ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ വെളിപ്പെടുത്തിയവനായ പുത്രനായ ദൈവം തമ്പുരാൻ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നും എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നും
ഉള്ള ആ വലിയ തത്വം ലോകത്തിന് നൽകിയത് കർത്താവായ യേശു മിശിഹ ആണ്. അതിനു മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനവും മറ്റുള്ളവർ അന്യജാതിക്കാരും എന്നുള്ളതായ കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്രായേലാകുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനം അവർ മാത്രം രക്ഷിതരാണ് എന്ന് സ്വയം കരുതിയതായ നൂറ്റാണ്ടുകളുടെ കാലഘട്ടമുണ്ട്. എന്നാൽ അതിന് ഒരു തിരുത്തിക്കുറിക്കൽ വരുത്തിക്കൊണ്ട് സകലരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നും ദൈവത്തിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൻ്റെ രക്ഷയെ സ്വീകരിക്കുകയും ചെയ്യുന്നവർ അവർ സഹോദരീ സഹോദരങ്ങളാണ്, ദൈവത്തിൻ്റെ പുത്രരാണ് എന്ന് ഉള്ളതായ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യ സമൂഹത്തെ കർത്താവായ യേശു മിശിഹായിലൂടെ ദൈവം ഉയർത്തുകയുണ്ടായി. നമുക്കറിയാം, വളരെ ദരിദ്രമായ ഒരു അവസ്ഥയിലാണ് യേശുവിൻ്റെ ജനനം ബേത്ലഹേമിൽ സംഭവിക്കുന്നത്. അവർക്ക് ഒരു വീടില്ലാഞ്ഞതിനാൽ, അവർക്ക് ഒരു താമസിക്കുവാൻ വഴിയമ്പലമില്ലാതിരുന്നതിനാൽ ഒരു പശുത്തൊട്ടിലിൽ യേശു ജനിക്കുവാൻ ഇടയായി തീർന്നു. കീറ്റുശീലകളാൽ പൊതിയപ്പെട്ടവനായി യേശു കിടന്നു. ഇവിടെയൊക്കെയും ആ കുടുംബത്തിൻ്റെ ദരിദ്രാവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം പലായനം ചെയ്യപ്പെടേണ്ട ഒരു കുടുംബമായി തീർന്നു. അത് വിദൂരമായ മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് അവർ പലായനം ചെയ്തു. അവിടെ കുറേ നാൾ താമസിച്ചു. തിരികെ വന്ന് പിന്നീടുള്ള കാലത്തിൽ 12-ാമത്തെ വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ പോകുന്ന ആ കുടുംബത്തെ നാം കാണുന്നു. അവിടെ യേശു തമ്പുരാൻ മതനേതാക്കളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ മാതാപിതാക്കൾ തിരികെ പോന്നപ്പോൾ യേശുവിനെ ജനത്തിൻ്റെ മധ്യേ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മധ്യേ ഉണ്ടായിരിക്കുമെന്നുള്ളതായ ചിന്തയിൽ അവർ പോന്നു. എന്നാൽ അവർ യേശുവിനെ അന്വേഷിച്ച് തിരികെ പോയി. ആ സംഭവം ഒഴികെ കൂടുതലായൊന്നും ആ യൗവനകാലത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ തുടർന്നുള്ളതായ 30 വയസ്സ് വരെയുള്ളതായ കാലഘട്ടങ്ങളെ സംബന്ധിച്ചും ഒന്നും നമുക്ക് അറിയത്തില്ല. ഈ കാലഘട്ടത്തെ വിളിക്കുന്നത് ഹിഡൻ ഇയേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. യേശു തമ്പുരാൻ്റെ അജ്ഞാതമായ ജീവിത കാലഘട്ടം. ഇതേ സംബന്ധിച്ച് നമുക്ക് പല കാര്യങ്ങളും ഊഹിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. യൗസേഫ് പിതാവ് ഒരു തച്ചനായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഒരു തച്ചൻ്റെ ജോലി യൗസേഫിനോട് ചേർന്ന് യേശു തമ്പുരാൻ നിർവഹിച്ചിട്ടുണ്ടായിരിക്കണം. ജോസഫ് കുറേ കഴിഞ്ഞപ്പോൾ നിര്യാതനായി തീർന്നു. എന്ന് മരിച്ചു എന്ന് നമുക്കറിയത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ ആ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് യൗസഫ് പിതാവ് പ്രത്യക്ഷപ്പെടുന്നില്ല. വിശുദ്ധ മാതാവിനെ മാത്രമേ നാം കാണുന്നുള്ളൂ. യൗസഫ് പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തച്ചൻ്റെ ജോലി ചെയ്തുകൊണ്ട് യേശു തമ്പുരാൻ ആ കുടുംബം പുലർത്തി എന്ന് വേണം നമുക്ക് വിചാരിക്കുവാൻ. ഒന്നുമില്ലായ്മയുടെ മധ്യേ, പ്രതികൂലതകളുടെ മധ്യേ ജോലി ചെയ്ത് ജീവിച്ചവനായ യേശു തമ്പുരാൻ, അതുപോലെ ആ ഭവനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച വിശുദ്ധ മാതാവ്, എല്ലാം ക്രമീകരിച്ചു കൊടുത്ത, ഭക്ഷണം പാകം ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച മാതാവ് ഈ കാലഘട്ടത്തിന് വളരെ അനുകരണീയമായ ഒരു ഭവനമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമുക്കൊക്കെയും പരിമിതമായ സാഹചര്യങ്ങളായിരിക്കുമുള്ളത്. പ്രത്യേകിച്ചും ഈ COVID-19 വ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ
അവിടെയും വിശ്വസ്തയോടുകൂടി അവനവൻ്റെ ജോലി അവളവളുടെ ജോലി നിർവഹിച്ചുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും പ്രതിബദ്ധതയുള്ളവരായി ജീവിക്കുവാനായിട്ട് സാധിക്കും എന്ന് യേശു തമ്പുരാൻ്റെ മാതാവും തച്ചനായി ജോലി ചെയ്ത യേശു തമ്പുരാനും നമുക്ക് വഴികാട്ടിത്തരുന്നു. ഈ 8 നോമ്പ് കാലഘട്ടത്തിൽ വിശുദ്ധ മാതാവിൻ്റെ ആ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു ജീവിതവും ആയുസ്സും ഈ ഭൂമിയിൽ കഴിച്ചുകൂട്ടിയ മാതാവ് കടന്നുപോയതായ ആ വഴികളെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് അറിവ് നൽകുന്നുണ്ട്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മാതാവ്, പ്രത്യേകിച്ച് ഒരവസരത്തിൽ നിൻ്റെ മാതാവും നിൻ്റെ സഹോദരന്മാരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് യേശു തമ്പുരാനോട് പറഞ്ഞപ്പോൾ, ചുറ്റുമുള്ളവർ പറഞ്ഞപ്പോൾ, എൻ്റെ മാതാവാര്, എൻ്റെ സഹോദരന്മാർ ആര്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എൻ്റെ മാതാവും എൻ്റെ സഹോദരനും സഹോദരിയും എന്ന് പറഞ്ഞുകൊണ്ട് യേശു തമ്പുരാൻ തൻ്റെ ആ സഹോദര്യത്വത്തിലേക്ക്, തൻ്റെ മാതൃത്വത്തിലേക്ക് ഉയരുവാനായിട്ടുള്ള ആ സാധ്യതയെ സംബന്ധിച്ച് വിശ്വാസിക്ക് നൽകുന്നതായ ആ ഉൾക്കാഴ്ച ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിൻ്റെ മധ്യേ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ചതായ മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു തമ്പുരാൻ അതിനോട് പ്രതികരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ക്രൂശീകരണത്തിൻ്റെ സന്ദർഭത്തിൽ നിലകൊള്ളുന്ന മാതാവ് സഹനത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയാണ്. യേശുക്രിസ്തുവിൻ്റെ സഹനമാണ് ഒരുപക്ഷെങ്കിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും വലിയ പീഡ എന്ന് പറയുന്നത്. കുരിശിൽ തറയ്ക്കപ്പെടുന്നവനായ ക്രിസ്തു യേശു. എന്നാൽ അതിനെ മൂകസാക്ഷിയായി നിൽക്കുന്ന മാതാവ് ഒരു വലിയ സഹനത്തിൻ്റെ മാതൃകയാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം കുലുങ്ങിപ്പോകാറുണ്ട്, തകർന്നേ പോകാറുണ്ട്. എന്നാൽ ആ വലിയ പ്രതികൂലതയുടെ മധ്യേ ക്രൂശീകരണത്തിൻ്റെ സാന്നിധ്യത്തിൽ തൻ്റെ സ്വന്തം പുത്രനെ ഒരു കൂട്ടം ആളുകൾ ക്രൂശിക്കുന്നത് കണ്ട് അതിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന മാതാവ് നമുക്ക് നൽകുന്നതായ ഏറ്റവും ഉദാത്തമായ ചിന്ത എന്ന് പറയുന്നത്, ലോകത്തിലെ ഏത് പ്രതിസന്ധികളിലും ദൈവത്തിൽ ആശ്രയിച്ച് നിലകൊള്ളുവാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കണം, ഒരു മനുഷ്യന് സാധിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ അനവധിയായ ആ ശ്രേഷ്ഠമായ മാതൃക വിശുദ്ധ മാതാവ് തൻ്റെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ വിശുദ്ധ സുവിശേഷങ്ങളിൽ നാം കാണുന്നതായ ചെറിയ അറിവുകളിലൂടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. കുരിശീകരണത്തിൻ്റെ സാന്നിധ്യം മാതാവ് അനുഭവിച്ചു എങ്കിൽ ഉയർപ്പിൻ്റെ സന്തോഷവും ഉയർപ്പിൻ്റെ പ്രതീക്ഷയും ആ മാതാവ് വീക്ഷിച്ച വ്യക്തിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉയർത്തവനായ ക്രിസ്തു സ്ഥാപിച്ചതായ സഭയിലെ ഒരു അംഗമായിരുന്ന് മാതാവ് പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അപ്പോസ്തല സഭയിലെ ക്രിസ്തു ശിഷ്യന്മാരിൽ ഒരാളായി വിശുദ്ധ മാതാവ് പ്രവർത്തിച്ചു. ആ ശിഷ്യന്മാരോട് കൂടി പെന്തക്കോസ്ത് നാളിൽ സഹിയോൻ മാളികയിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരുടെ മധ്യേയും മാതാവ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ
പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും വിശുദ്ധ മാതാവിൽ ഉണ്ടായിത്തീർന്നു. മുന്നമേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ മാതാവിൻ്റെ മേൽ വീണ്ടും ആ പരിശുദ്ധാത്മാവ് ആവസിച്ചുകൊണ്ട് സഭയുടെ ഒരു സുവിശേഷകയായി, അപ്പസ്തോല സഭയുടെ ഒരു പ്രവർത്തകയായി മാതാവ് തൻ്റെ ആയുസ്സിൻ്റെ നാളുകളിൽ ഒക്കെയും പ്രവർത്തിച്ചു. നാമും സഭയുടെ അംഗങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് സഭയിൽ വലിയ പ്രതിസന്ധികളുണ്ട്. എന്നാൽ അവിടെയൊന്നും തകരാത്ത വിശ്വാസം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വിശ്വാസ സമൂഹങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ധൈര്യം പകരുന്നതായ കാര്യമാണ്. അങ്ങനെ വിശ്വാസത്തിൻ്റെ സുസ്ഥിരതയിൽ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കുമാറാകട്ടെ. വിശുദ്ധ മാതാവ് നൽകുന്നതായ ആ വലിയ മാതൃകയും അതുപോലെ ദൈവീക ചിന്തകളും ഈ 8 നോമ്പ് പെരുന്നാളിൽ നമ്മോട് ഒത്ത് ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ തലകളെ വണങ്ങി ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ബേത്ലഹേമിലെ ആ ദരിദ്രാവസ്ഥയിൽ ലോകരക്ഷകന് ജന്മം നൽകിയ വിശുദ്ധ മാതാവിനെ തിരഞ്ഞെടുത്ത ദൈവമായ കർത്താവേ, ഗബ്രിയേൽ ദൂതനെ മാതാവിൻ്റെ അടുക്കിലേക്ക് അയച്ച് ആ വാർത്ത ആ കന്യകയ്ക്ക് നൽകിക്കൊണ്ട് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും ലോകത്തിലിടപെടുകയും ചെയ്തവനായ പിതാവാം ദൈവമേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്തവനായ ഞങ്ങളുടെ രക്ഷകനായ ഈശോ മെശിഹ തമ്പുരാനെ, ഞങ്ങളെ അനുദിനം വഴി നടത്തുന്ന പരിശുദ്ധ റൂഹായാം ദൈവമേ, ജീവിതത്തിലെ എല്ലാ സഹനങ്ങളിലും ദൈവത്തോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് മുന്നേറുവാനായിട്ടുള്ള ആ ഭക്തിയും ആർജവവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകണമേ. ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രതികൂലതയുടെ നാളുകളിൽ നമുക്കേവർക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കാം. ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഇമ്മാനുവേൽ നമ്മുടെ രക്ഷകനായുണ്ട്. പരിശുദ്ധ റൂഹ നമ്മെ നയിക്കുന്നവനായിട്ടുണ്ട്. നിങ്ങൾക്കേവർക്കും 8 നോമ്പ് പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വിശുദ്ധ മാതാവിൻ്റെ മാതൃകയും മധ്യസ്ഥതയും കൂട്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.